നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവമേ, അങ്ങയുടെ സന്ദേശം കേൾക്കുന്ന, അങ്ങയുടെ വചന സന്ദേശം കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം ഓരോ മക്കളിലേക്കും ശക്തമായിട്ട് വ്യാപരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്രദറിൻ്റെ ശുശ്രൂഷ ജീവിതത്തിനിടയിൽ നടന്ന വലിയൊരു അത്ഭുതം സൃഷ്ടിച്ച ഒരു തിരുവചനത്തെക്കുറിച്ചാണ് ദൈവമക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഭവനത്തിൽ പഠനം, വിദ്യാഭ്യാസ മേഖലകളിലേക്ക് മുന്നോട്ട് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും, അതുപോലെ ജോലി മേഖലകളിലേക്ക് പോകുന്ന മക്കൾക്ക് വേണ്ടിയിട്ടും, അതുപോലെ ജോലി മേഖല ഉയർച്ചയില്ലാത്ത മക്കൾക്ക് വേണ്ടിയിട്ടും, അതുപോലെ മറ്റു തടസ്സങ്ങളുള്ള മക്കൾക്ക് വേണ്ടിയിട്ടുള്ളൊരു തിരുവചനമാണ് ബ്രദർ ഇന്ന് തരാൻ ആഗ്രഹിക്കുന്നത്. ഈ വചനം ബ്രദർ പറയുന്നത് പോലെ 2-3 മാസത്തേക്ക് ശക്തമായിട്ട് നിയോഗം സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു നോക്കുക. പ്രാർത്ഥിക്കേണ്ട രീതികളും കാര്യങ്ങളും ബ്രദർ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ വചനവും ലാസ്റ്റ് ഭാഗത്താണ് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. സന്ദേശം ആദ്യം മുതൽ അവസാനം വരെ കാണുകയും പറ്റുമെങ്കിൽ മറ്റു വ്യക്തികളിലേക്കോ, നിങ്ങളുടെ കുടുംബാംഗങ്ങളിലേക്കോ, കൂട്ടുകാരിലേക്കോ, നിങ്ങളുടെ ഗ്രൂപ്പിലേക്കെല്ലാം സന്ദേശം ഫോർവേഡ് ചെയ്യാവുന്നതാണ്. നല്ല കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കുകയും നല്ല കാര്യങ്ങളിലേക്ക് മറ്റുള്ളവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. നന്മ ചെയ്തുകൊണ്ട് ദൈവത്തെ പ്രീതിപ്പെടുത്തുക. നന്മ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു പാഠമായി നമ്മൾ മുന്നോട്ട് പോവുക. ദൈവത്തിൻ്റെ ജീവിക്കുന്ന ജീവനുള്ള ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അതൊരു സുവിശേഷ വേലയാണ്. അതിൻ്റെ അനുഗ്രഹം നിങ്ങൾക്കും കുടുംബത്തിന് ലഭിക്കുന്നതായിരിക്കും. ഇന്ന് പ്രധാനമായിട്ടും ബ്രദറിന് പറയാൻ ആഗ്രഹിക്കുന്ന തിരുവചനമാണ് ഫിലിപ്പി 4-19 തിരുവചനം. ഈ വചനം എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അതുപോലെ നിങ്ങൾ 3 മാസത്തേക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുക. പറ്റുമെങ്കിൽ ഈ വചനം 33 തവണ എല്ലാ ദിവസവും ചൊല്ലിയിട്ടും ഒരു നോട്ട്ബുക്ക് എടുത്ത് എഴുതിയിട്ട് നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നിങ്ങളുടെ നിയോഗം ഏൽപ്പിച്ചുകൊണ്ട് ഒരു 3 മാസത്തേക്ക് ഒരു ദിവസം പോലും മുടക്കാതെ ശക്തമായിട്ട് വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചൊല്ലിയും എഴുതിയും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഈശോയെ, ഈ ഒരു കാര്യം എൻ്റെ എന്താണ് തടസ്സം, ആ തടസ്സം എന്താണെന്ന് ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കാര്യം നടന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ, മറ്റുള്ളവർക്ക് ഒരു സാക്ഷ്യമായി തീരാനും ശ്രമിക്കണം. കാര്യം നടന്നാൽ ഞാൻ ഈശോയെ മഹത്വപ്പെടുത്തിക്കൊള്ളാം, അതുപോലെ തന്നെ ഈ സന്ദേശം, ഈ മെസ്സേജ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. നിയോഗം വെച്ച് പ്രാർത്ഥിക്കണം. അതുപോലെ വചനം, ഈ ദൈവവചനം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കണം. ഓരോ ദിവസവും ഒരു വചനമെങ്കിലും അർഹതയുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും എത്തിച്ചിട്ട് കാര്യമില്ല. അർഹതയുള്ളവർക്ക്. നിയമാവർത്തന പുസ്തകം 28:7 അഭിഷേകമുള്ള ഒരു വചനമാണ്. ഫിലിപ്പി 4:19 വചനം. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തുവെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. ഈ വചനം ശക്തമായിട്ട് വിശ്വാസത്തോടു കൂടി ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയും എഴുതി പ്രാർത്ഥിക്കുകയും ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ നിയോഗത്തിന് ഒരു വലിയൊരു അഭിഷേകവും വലിയൊരു ഉണർവും ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും സാക്ഷ്യം പറയാൻ സാധിക്കും.